ഞാനിന്ന് മാരിമംഗോവിൽ ഉത്സവം കാണാൻ വേണ്ടി പോവാട്ടോ. ഞങ്ങളിവിടെ വലിയൊരു ഉത്സവമാണ്, നിറയെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനൊരു 8 മണിയോ അല്ലെങ്കിൽ ഒരു 9 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇപ്രാവശ്യം ഭയങ്കര ഫാസ്റ്റായിട്ടാണ് താലൊക്കെ പോകുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് ഒരുങ്ങി വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ണൊക്കെ വലിച്ചു വരിയിരുന്നത് കേട്ടോ. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, തിരക്ക് പിടിച്ച് ചെയ്തിട്ട്. ഇടയിൽ ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഇറങ്ങിയോ ചോദിച്ചിട്ട്. എവിടെ ഇറങ്ങാൻ, ഞാനിവിടെ കണ്ണെഴുതിയിട്ട് തന്നെ ഇല്ല, കണ്ണിൽ തന്നെ ഒരു ഗോപുരം പണിയണ്ടേ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മസ്കാരയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഭയങ്കര ചൂടാട്ടോ ഇവിടെ. നമ്മുടെ തണുപ്പൊക്കെ ഉള്ള കാലാവസ്ഥ പോയി, ഇനിയിപ്പോൾ ചൂട് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വിയർക്കുമ്പോൾ കോമ്പാക്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അധികം വിയർക്കില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇട്ടതാണേ. അത് കഴിഞ്ഞിട്ട് പൊട്ട് തൊട്ടു. പിന്നെ ഈ സ്ട്രോക്ക് ക്രീം അടിപൊളിയല്ലേ, എൻവൈബേൻ്റെ. ഇത് അടിപൊളി സാധനം കേട്ടോ. നമുക്കിങ്ങനെ ഒരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഗ്ലോ കിട്ടും. ഒരെണ്ണം വാങ്ങി വെക്കുന്നത് നല്ലതാണ് എൻ്റെ അഭിപ്രായത്തിൽ. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ആക്കി പിന്നെ നമ്മുടെ സ്ഥിര ഹെയർ സ്റ്റൈൽ തന്നെ ഇട്ടു. വേർത്തിട്ട് വയ്യ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കമ്മൽ, എൻ്റെ കയ്യിലുള്ള ഗോൾഡൻ കളർ ഇയറിങ് എല്ലാം ചേച്ചീൻ്റെ അടുത്താണ്, അതുകൊണ്ട് ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. വള ഇട്ടു. ഗോൾഡിൻ്റെ വള എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് ഊരി പോകും, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തിരക്കിക്കല്ലേ വെച്ചിട്ട് കുപ്പിവളയൊക്കെ എടുത്തിട്ടു. അത് കഴിഞ്ഞിട്ട് ഉത്സവം കാണാൻ പോയിട്ടോ. എല്ലാ പ്രാവശ്യത്തെ അത്ര ഗംഭീരമായിട്ടൊന്നും നടന്നില്ല ഇപ്രാവശ്യം. എല്ലാവർക്കും അങ്ങനെ തോന്നി കേട്ടോ. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു, നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞു ഇപ്രാവശ്യത്തെ ഉത്സവം. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ നിന്ന് നല്ലൊരു സ്ഥലത്താട്ടോ, അതുകൊണ്ട് നല്ല രീതിയിൽ കാണാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ താലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഉത്സവം അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ചേച്ചിമാരെയൊക്കെ ഞാൻ സമ്മതിച്ചു കേട്ടോ, അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കാം കേട്ടോ. എന്നെക്കൊണ്ടൊന്നും ഇങ്ങനെ ഒരിക്കലും പറ്റില്ല ഇത്ര എനർജറ്റിക്കായിട്ട്. അതും കയറ്റവും ഇറക്കത്തിലും എല്ലായിടത്തും ഒരുപോലെ കേട്ടോ, അടിപൊളി. കുറേ ടീംസ് ഉണ്ടായിരുന്നു. കുട്ടികളൊന്നും പറയാതിരിക്കാൻ പറ്റുന്നില്ല, ചെറിയ കുട്ടികളുടെ ടീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ എനർജി ഇത് കഴിയുന്നവരെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതുപോലൊരു രൂപത്തിൻ്റെ അടുത്താട്ടോ നിന്നത്, ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വരും. പിന്നെ തെറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്തേക്ക് തന്നെ വരുന്നു, എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നു. ഇപ്പോൾ ഇതെനിക്ക് ഭയങ്കര പേടിയായിട്ടോ, ഈ തെയ്യത്തിൻ്റെ രൂപം കിട്ടിയിട്ടുള്ളത്. എനിക്കതെന്താണെന്നറിയില്ല, ചെറുപ്പം മുതൽ ഭയങ്കര പേടിയാണ്. അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനാണ്, എന്താണെന്നറിയില്ല. പിന്നെ അവരൊക്കെ അടുത്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് പുറകോട്ട് പോയി. പിന്നെ ഈ പിള്ളേർ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടോ. കുഞ്ഞു പിള്ളേരാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അടിപൊളിയായിട്ട് നല്ല എനർജറ്റിക്കായിട്ട് കളിച്ചു. പിന്നെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു ഈ ഉത്സവം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആന വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ ആനയ്ക്കൊരു ഉപദ്രവം ആവണ്ടാച്ച് ഞാൻ കുറേ ബാക്ക് പോയി നിന്നു കേട്ടോ. സൂം ചെയ്താണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. എന്താണെന്നറിയില്ല, ഇപ്പോൾ ആനകളെ കാണുമ്പോൾ എല്ലാ ഉത്സവത്തിലും ന്യൂസ് കേൾക്കുമ്പോൾ പേടിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.